കേരളത്തിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ ഇറാനി ചായയും ബൺമസ്കയും ആണല്ലോ ട്രെൻഡ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഈ കഴിക്കുന്നതിൽ എത്രത്തോളം ഒറിജിനാലിറ്റി ഉണ്ട്? സത്യം പറഞ്ഞ ഹൈദരാബാദിലോ മുംബൈയിലോ കിട്ടുന്ന യഥാർത്ഥ ഇറാനി ചായയുടെ 7 അയലത്ത് പോലും നമ്മുടെ നാട്ടിലെ ഇറാനി ചായ എത്തുന്നില്ല എന്നതാണ് വാസ്തവം. എന്താണ് ഈ ഇറാനി ചായയുടെ ഒറിജിനൽ രീതി? മണിക്കൂറുകളോളം തിളപ്പിച്ച് കുറുക്കിയ കട്ടിയുള്ള പാൽ ഒരു വശത്ത്, മറുവശത്ത് വെള്ളവും തേയിലയും ഇട്ട് ദം ചെയ്തെടുത്ത കടുപ്പമുള്ള ഡിക്കോഷൻ. ഇത് രണ്ടും പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ആ മാജിക് സംഭവിക്കുന്നത്. എന്നാൽ കേരളത്തിൽ പലയിടത്തും നോർമൽ പാൽ ചായയിൽ കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് ഇറാനി ചായ എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഹൈദരാബാദിലെത്തി ഒറിജിനൽ ഇറാനി ചായ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാനും ഈ സത്യം മനസ്സിലാക്കുന്നത്. നാട്ടിൽ നിന്ന് ബൺമസ്കയും ചായയും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അജയൻ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, നീ ഒറിജിനൽ ഇറാനി ചായ കുടിച്ചിട്ടില്ലല്ലോ, ഇതൊന്നും അല്ല ഇറാനി ചായ, ഇത് സാധാരണ മസാല ചായ പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്ന്. അന്ന് ഞാൻ അജയനോട് വഴക്കുണ്ടാക്കി. പിന്നെ നിങ്ങൾക്കല്ലേ എല്ലാം അറിയാവുന്നത്, 10-20 വർഷം ഹൈദരാബാദിലായിരുന്നു എന്ന് വെച്ച് വലിയ വീമ്പറക്കരുതെന്നൊക്കെ. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് ആ ഇറാനി ചായ വാങ്ങിച്ച് തന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗൈസ് ഞാൻ ഞെട്ടിപ്പോയി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇവരുടെ ഒരു സീക്രട്ട് റെസിപ്പി തന്നെയാണ് കേട്ടോ ഇറാനി ചായ. അത് കുഞ്ഞി ഗ്ലാസ്സിൽ, ഇച്ചിരിയേ ഉള്ളൊരു കുഞ്ഞി ഗ്ലാസ്സിൽ ആ ചായ നല്ല ചൂടോടുകൂടി കുടിക്കാനുണ്ടല്ലോ, എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കും ഈ ഇത്രയും ചായ മതിയോ, ഇതൊക്കെ നമുക്ക് പറ്റുമോ എന്ന് വിചാരിക്കും. പക്ഷേ നല്ല കുറുകിയ കട്ടിയുള്ള പാലിൽ നല്ല കടുപ്പത്തിൽ ഈ ഇറാനി ചായ, അതും രാത്രി സമയത്തൊക്കെ ആ ഒരു വൈബിൽ ഇറങ്ങി കുടിച്ചു കഴിഞ്ഞാണ്ടല്ലോ, എൻ്റെ അമ്മേ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വാക്കുകളില്ല. ഇനി എല്ലാ ദിവസവും ഇപ്പോൾ ഇറാനി ചായ കുടിക്കാൻ പോകും എന്നുള്ളതാണ് എൻ്റെ സത്യം. എല്ലാ ദിവസവും രാത്രി ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനൊരു നടത്തമുണ്ട് ഹൈദരാബാദിലെ തെരുവുകളിലൂടെ ഇറാനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇറാനി ചായ മാത്രമല്ല, ഇവിടുത്തെ നോർമൽ മസാല ടീ ആണെങ്കിലും ജിഞ്ചർ ടീ ആണെങ്കിലും ഒക്കെ ഇവർ ഈ പാലിങ്ങനെ കട്ടിയുള്ള പാലിങ്ങനെ തിളപ്പിച്ച് കുറുക്കി എടുക്കുന്നത് കൊണ്ടായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒരു രക്ഷയുമില്ല ഗൈസ്.